ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുംബൈയിൽ നടക്കുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. 15-അംഗ ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. പേരുകളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അജ്മൽ ദിറാൻ ചേരുന്നുണ്ട്. അജ്മൽ, വലിയ കൺഫ്യൂഷനാണ് സെലക്ഷൻ കമ്മിറ്റിക്ക് എന്ന് തോന്നുന്നു. കാരണം അത്രയധികം പെർഫോമൻസിലാണ് എല്ലാ പ്ലേയേഴ്സും നിൽക്കുന്നത്. ഗില്ലൊക്കെ ഉണ്ടാകുമോ എന്നത് കണ്ടറിയാം. എത്രത്തോളം പ്രതീക്ഷയിലാണ്, എപ്പോഴാണ് വരുന്നത് ടീം ലിസ്റ്റ്? സെപ്റ്റംബർ 9 മുതൽ സെപ്റ്റംബർ 28 വരെ UAE-യിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ഉച്ചയ്ക്ക് 1:30 മുംബൈയിൽ ചേരുന്ന സെലക്ട് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ വേൾഡ് കപ്പ് നേടി 2020 വേൾഡ് കപ്പ് നേടി ഒരു വർഷത്തിന് ശേഷമാണ് ഏഷ്യ കപ്പ് ടൂർണമെന്റ് വരുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിഭാധാരാളിത്തം കൊണ്ട് സമ്പന്നമായ ഇന്ത്യൻ ടീമിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ഈ സെലക്ട് കമ്മിറ്റി പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സങ്കീർണതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വളരെ വലിയ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ഉയർത്തിവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ 2020 ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന് ഒപ്പം ഇന്ത്യൻ ടീമിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ പരിഗണിക്കണമോ വേണ്ടയോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ മുമ്പിൽ നമ്മൾ സെലക്ട് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഉയർന്നു വരുന്നത്. അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ട് കമ്മിറ്റി അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ട, ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടീമിൽ സൂര്യകുമാർ യാദവിനൊപ്പം ഈ ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ 15-അംഗ ടീമിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീറിന്റെ ഭാഗത്ത് നിന്ന് ശുഭ്മാൻ ഗില്ലിന് വേണ്ടിയുള്ള ആവശ്യം, സമ്മർദ്ദം ശക്തമായി വരികയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടീമിലെ ഏഷ്യ കപ്പിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിന്റെ 15-അംഗ ടീമിൽ ഭാഗമാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഓപ്പണർമാരായി മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസണും ഒപ്പം അഭിഷേക് ശർമ്മയും ഏകദേശം അവരുടെ സാന്നിധ്യം ഉറപ്പാക്കിയ സാഹചര്യത്തിൽ മൂന്നാമനായി IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്യാപ്റ്റനായും അതോടൊപ്പം തന്നെ ബാറ്ററായും മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യറിനെ കൂടി ഉൾപ്പെടുത്തുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിലവിലെ മികച്ച ഫോമിലുള്ള 2020 ഫോർമാറ്റിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന തിലക് വർമ്മയെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ആ സ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യറിനെ പരിഗണിക്കേണ്ടത്. അങ്ങനെ ശ്രേയസ് അയ്യറിനെ പരിഗണിക്കുമോ, അതോടൊപ്പം തന്നെ നാലാമനായി വരുന്ന നാലാമതോ അഞ്ചാമതോ റിങ്കു സിംഗിനെയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ശുഭ്മാൻ ഗില്ലിനെയാണോ പരിഗണിക്കുക എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെലക്ഷൻ പ്രോസസ്സിലെ സങ്കീർണത എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ കാര്യമാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് ജോലി ഭാരത്ത് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ ഏഷ്യ കപ്പിൽ വിശ്രമം നൽകണമെന്ന ആവശ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്രമം അനുവദിക്കേണ്ട എന്നാണ് നിലവിലെ സെലക്ട് കമ്മിറ്റിയുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിനായിട്ട് കളിക്കും. അദ്ദേഹത്തോടൊപ്പം നയിക്കുക അർഷദീപ് സിംഗ് ആയിരിക്കുമെന്ന് കൂടി അറിയാൻ സാധിക്കുന്നു. ധന്യ. ശരി, അജ്മൽ ദിറാർ.